സ്വാഗതം ടോപ് 10ലേക്ക്. 2 പതിറ്റാണ്ടോളമായി രാജ്യത്തിന്റെ ഗ്രാമീണ മേഖലയിലെ കുടുംബങ്ങളുടെ ഉപജീവനത്തിന് കൈത്താങ്ങായി മാറിയ പദ്ധതി മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എന്ന് നമ്മൾ ഇതുവരെ കേട്ടിരുന്നത്. ഇപ്പോൾ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആജീവിക മിഷൻ BBG റാം എന്ന പേരിൽ അധിക വരുമാനത്തോടെ അധിക പ്രവൃത്തി ദിനങ്ങളോടെ ഇന്നു മുതൽ ഇപ്പോൾ പ്രാബല്യത്തിലായിരിക്കുന്നു. വികസിത ഇന്ത്യയും വികസിത ഗ്രാമങ്ങളും യാഥാർത്ഥ്യമാകാൻ പദ്ധതി ഗുണം ചെയ്യുമെന്ന് കേന്ദ്രം പ്രതീക്ഷ നൽകുമ്പോൾ പദ്ധതിയിൽ സംസ്ഥാനം വഹിക്കേണ്ട 40% സാമ്പത്തിക വിഹിതത്തിലടക്കം ആശങ്കകൾ ഇപ്പോഴും ബാക്കിയാണ്. വിശദമായി തന്നെ റിപ്പോർട്ടുകൾ പരിശോധിക്കാം. ആദ്യം തലക്കെട്ടുകളിലേക്ക്. തൊഴിലുറപ്പ് പദ്ധതിയിൽ കൂലി വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് ദിവസം 401 രൂപ വരെ കൂലി ലഭിക്കും. കുറഞ്ഞ പ്രവൃത്തി ദിനം ഇന്നു മുതൽ 125ആയി. വാണിജ്യ സിലിണ്ടറിന് 180 രൂപ കുറഞ്ഞ് 2951 രൂപയായി. ഇന്ധനവില കുറച്ച് സ്വകാര്യ കമ്പനികൾ. പെട്രോൾ വില ലിറ്ററിന് 5 രൂപയും ഡീസലിന് 3 രൂപയും കുറച്ചു. വ്യോമയാന ഇന്ധനവിലയിൽ 5 രൂപയുടെ കുറവ്. സർക്കാരിന്റെ അനുമതിയില്ലാതെ വിഴിഞ്ഞത്ത് ഓഹരി വിൽക്കാൻ കഴിയില്ലെന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി. അദാനി ഗ്രൂപ്പ് അനുമതി തേടിയില്ലെന്നും ദേശീയ സുരക്ഷയും പൊതുതാൽപര്യവും കണക്കിലെടുത്താകും തീരുമാനമെന്നും വിശദീകരണം. ഓഹരി കൈമാറ്റത്തിൽ ആശങ്കയറിയിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഉടൻ അനുമതി തേടുമെന്ന് അദാനി ഗ്രൂപ്പ്. നിയമസഭാ സമ്മേളനത്തിന് സമാപനം. എതിർപ്പുകൾക്കിടെ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഘടന ഉൾപ്പെടുത്തിയ ധനബില്ല് നിയമസഭ പാസാക്കി. ചർച്ച ബഹിഷ്കരിച്ചു പ്രതിപക്ഷം. കർഷകർക്കായി കൊണ്ടുവന്ന മദ്യനയ ഭേദഗതി വൻകിടക്കാർക്കായി അട്ടിമറിച്ചുവെന്ന് പിണറായി വിജയൻ. അങ്ങനെയെങ്കിൽ ബക്കാഡിയുമായി ചർച്ച നടത്തിയത് എന്തിനെന്ന് VD സതീശൻ. FCRA ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കി നിയമസഭ. എതിർത്ത് BJP അംഗങ്ങൾ. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ സന്ദർശിച്ച ദേവസ്വം വകുപ്പ് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. മന്ത്രിയെ വീട്ടിലെത്തി കണ്ടത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 3ാം FIR രജിസ്റ്റർ ചെയ്യുമെന്ന വാർത്തകൾക്കിടെ സൗഹൃദ സന്ദർശനമെന്ന് കടകംപള്ളി. ദൃശ്യങ്ങൾ ലഭിച്ചത് അമൃത വാർത്തകൾക്ക്. N. ശേഷാദ്രിനാഥൻ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. നിയമന ഉത്തരവിൽ ഒപ്പിട്ട് ഗവർണർ. സർക്കാർ ശുപാർശ ഗവർണർ അംഗീകരിച്ചത് കോൺഗ്രസിനടക്കം അഭിപ്രായ ഭിന്നത ശക്തമായിരിക്കെ UDFന് പ്രയാസമുണ്ടാക്കുന്ന നിയമനമെന്നും ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും KPCC ജനറൽ സെക്രട്ടറി PM നിയാസ്. അയോധ്യ രാമ ജന്മഭൂമി ക്ഷേത്രത്തിലെ സംഭാവന ക്രമക്കേട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിച്ചേക്കും. വിഷയം അന്വേഷിക്കാൻ അയോധ്യ പോലീസ് EDക്ക് കത്ത് നൽകും. അനധികൃത പണയിടപാടുകളിൽ അന്വേഷണം. അറസ്റ്റിലായ പ്രതികളെ ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. സംഭാവന ക്രമക്കേട് ഭക്തരുടെ വികാരങ്ങളെയും ക്ഷേത്ര സുരക്ഷയും ബാധിക്കുന്ന വിഷയമെന്ന് RSS. പശ്ചിമേഷ്യൻ സമാധാന ശ്രമങ്ങൾക്ക് മുന്നോടിയായി ഇറാൻ അമേരിക്ക സാങ്കേതിക ചർച്ചകൾ ദോഹയിൽ. സംഘർഷമയഞ്ഞതോടെ ഹോർമൂസിൽ കപ്പൽ ഗതാഗതം സാധാരണ നിലയിലേക്ക്. താൽക്കാലിക ധാരണ നടപ്പിലാക്കണമെന്ന് ഇറാനോടും അമേരിക്കയോടും ചൈന. 3 ദിവസത്തെ സന്ദർശനത്തിനായി ജപ്പാൻ പ്രധാനമന്ത്രി ഇന്ത്യയിലെത്തി. ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ടിൽ ഇംഗ്ലണ്ട് ഞെട്ടി. കോങ്കോ 1 ഗോളിന് മുന്നിൽ. ബെൽജിയം സെനഗൽ പോരാട്ടം പുലർച്ചെ 1:30. ഇക്വഡോറിനെ തോൽപ്പിച്ച് മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ ഫ്രാൻസ് പരാഗ്വേയെയും നോർവേ ബ്രസീലിനെയും നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയ്ക്ക് തുടക്കം. ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. മുൻ ഇന്ത്യൻ താരം ശ്രീശാന്തിന് ഏർപ്പെടുത്തിയ 3 വർഷത്തെ വിലക്ക് പിൻവലിച്ച് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ.
നടി അൻസിബ ഹസന്റെ പരാതികളിൽ നടൻ ടിനി ടോമിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ്. പരാതികളിൽ പ്രഥമ ദൃഷ്ട്യാ കഴമ്പുണ്ടെന്ന് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. കേസെടുക്കാനാകില്ലെന്ന പോലീസ് റിപ്പോർട്ട് അപൂർണമെന്നും കോടതി. പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ. സംഘടനയ്ക്കുള്ളിലെ പ്രശ്നമാണ് പുറത്തേക്ക് വന്നതെന്ന് DCP കാളിരാജ് മഹേഷ് കുമാർ. സ്റ്റോറി ഓഫ് ദ ഡേ. മിയയ്ക്കായി കൈകോർത്ത സുമനസുകൾ. തൊഴിലാളികൾക്ക് ആശ്വാസമായി കേന്ദ്ര സർക്കാരിന്റെ നടപടി. രാജ്യത്ത് തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂലി വർദ്ധിപ്പിച്ചു. കേരളത്തിൽ 360 മുതൽ 409 രൂപ വരെ വർധനവുണ്ടാകും. തൊഴിലുറപ്പ് പദ്ധതിയിൽ സമഗ്രമായ മാറ്റത്തോടെ VBG റാംജി പദ്ധതി ഇന്ന് പ്രാബല്യത്തിൽ വന്നതിന്റെ ഭാഗമായാണ് വേതനം വർദ്ധിപ്പിച്ചത്. ഇന്ന് ചരിത്ര ദിനമാണെന്നും പദ്ധതിക്കായി ഈ വർഷം 95,600 കോടിയിലധികം രൂപ മാറ്റിവെച്ചിട്ടുണ്ടെന്നും കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ വ്യക്തമാക്കി. തൊഴിലുറപ്പ് പദ്ധതിയിൽ സമഗ്രമായ മാറ്റം വരുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച VBG റാംജി പദ്ധതി ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ഇതിന്റെ ഭാഗമായാണ് കൂലി വർദ്ധിപ്പിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കിയത്. 298 രൂപ 8 പൈസയായിരുന്ന ദേശീയ ശരാശരി വേതനം VBG റാംജി പ്രകാരം പ്രതിദിനം 327 രൂപ 4 പൈസയായി വർദ്ധിപ്പിച്ചു. കേരളത്തിൽ 360 മുതൽ 409 രൂപ വരെ വർദ്ധിക്കും. എല്ലാ സംസ്ഥാനങ്ങളിലും വേതനത്തിന്റെ ശരാശരി 10% വർധനവ് നൽകിയിട്ടുണ്ട്. പിന്നാക്ക സംസ്ഥാനങ്ങളിൽ 25% വരെയും കൂലി വർദ്ധിപ്പിക്കും. വികസിത ഇന്ത്യയും വികസിത ഗ്രാമങ്ങളും യാഥാർത്ഥ്യമാക്കാൻ പദ്ധതി ഗുണം ചെയ്യുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പറഞ്ഞു. പദ്ധതിക്കായി ഈ വർഷം 95,600 കോടിയിലധികം രൂപ മാറ്റിവെച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. വികസിത് ഭാരത് കെ ലിയേ വികസിത് ഗാവോं का हम पूरी तरह से निर्माण कर सकेंगे. പുതിയ പദ്ധതിയിലൂടെ തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്ന് 125 ഉയരും. പദ്ധതിയുടെ സുതാര്യത ഉറപ്പാക്കാൻ ബയോമെട്രിക് സംവിധാനങ്ങൾ ഏർപ്പെടുത്തും. വിവിധ തലങ്ങളിൽ പരാതി പരിഹാരത്തിനും വ്യവസ്ഥയുണ്ട്. തൊഴിലിന് ശേഷം 7 ദിവസം അല്ലെങ്കിൽ പരമാവധി 15 ദിവസത്തിനകം വേതനം നൽകണമെന്നും പദ്ധതിയിൽ നിർദ്ദേശിക്കുന്നുണ്ട്. വേതനത്തിന്റെ 60% കേന്ദ്രവും 40% സംസ്ഥാനവുമാണ് വഹിക്കേണ്ടത്. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ 100% വിഹിതവും കേന്ദ്രം വഹിക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. വാണിജ്യ സിലിണ്ടറിന്റെ വില കുറഞ്ഞിട്ടുണ്ട്. 180 രൂപ കുറഞ്ഞ് 2,951 രൂപയായി. പക്ഷേ ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല. സ്വകാര്യ കമ്പനികൾ ഇന്ധനവിലയും കുറച്ചു. പെട്രോൾ വില ലിറ്ററിന് 5 രൂപയും ഡീസലിന് 3 രൂപയുമാണ് കുറച്ചത്. വ്യോമയാന ഇന്ധനവില 5 രൂപയും കുറഞ്ഞിട്ടുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണവില വലിയ തോതിൽ ഇടിഞ്ഞതാണ് വിലക്കുറവിന് കാരണം. രാജ്യത്ത് ഇന്ധന പാചകവാതക വിലയിൽ വൻ ഇടിവാണ് രേഖപ്പെടുത്തിയത്. വാണിജ്യ സിലിണ്ടറുകളുടെയും പെട്രോൾ, ഡീസൽ, വ്യോമയാന ഇന്ധനം എന്നിവയുടെയും വിലയാണ് കുറഞ്ഞത്. പശ്ചിമേഷ്യൻ മേഖലയിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾക്ക് താൽക്കാലികമായി അയവുണ്ടായതോടെയാണ് വില കുറയാൻ ഇടയാക്കിയത്. രാജ്യത്ത് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള LPG സിലിണ്ടറിന്റെ വിലയിൽ 180 രൂപയുടെ കുറവാണ് രേഖപ്പെടുത്തിയത്. ഇതോടെ വാണിജ്യ സിലിണ്ടർ വില 3,113 നിന്നും 2,930 രൂപയായി. ഹോട്ടലുകൾക്കും വാണിജ്യ സ്ഥാപനങ്ങൾക്കും വില കുറവ് ആശ്വാസകരമാകും. രാജ്യത്ത് വാണിജ്യ LPG സിലിണ്ടർ വിതരണത്തിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ നീക്കാൻ പെട്രോളിയം മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നേരത്തെ കത്ത് നൽകിയിരുന്നു. എന്നാൽ ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. അതേസമയം രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ എണ്ണ വിതരണ കമ്പനിയായ നയാര എനർജി ഉൾപ്പെടെയുള്ള സ്വകാര്യ കമ്പനികൾ പെട്രോൾ വില ലിറ്ററിന് 5 രൂപയും ഡീസൽ വില ലിറ്ററിന് 3 രൂപയും കുറച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു എണ്ണ വിതരണ കമ്പനി ഇന്ത്യയിൽ ഇന്ധനവില കുറയ്ക്കാൻ തയ്യാറാകുന്നത്. ഇതും ശ്രദ്ധേയമാണ്. കൂടാതെ പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തിയിരുന്ന വ്യോമയാന ഇന്ധനത്തിന്റെ വിലയിലും ലിറ്ററിന് 5 രൂപയുടെ കുറവ് വരുത്തിയതോടെ പുതിയ നിരക്ക് ലിറ്ററിന് 110 രൂപയായി കുറഞ്ഞിട്ടുണ്ട്. പൊതുവിപണിയിലും വ്യോമയാന മേഖലയിലും വലിയ ആശ്വാസം പകരുന്നതാണ് നിലവിലെ ഈ വിലക്കുറവ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റം ആശങ്കയുണ്ടാക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കപ്പൽ കമ്പനിയായ MSCയുമായി അദാനി ഗ്രൂപ്പ് കൂട്ടുടമസ്ഥതയിലാകുന്നത് കുത്തക സ്ഥാപിക്കുന്നതിന് ഇടയാക്കുമെന്നും പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ സബ്മിഷനായി ഉന്നയിച്ചു. ഓഹരി വിറ്റഴിക്കലിൽ അദാനി ഗ്രൂപ്പ് സർക്കാരിനോട് അനുമതി തേടിയിട്ടില്ലെന്നും രാജ്യസുരക്ഷയും സംസ്ഥാനത്തിന്റെ താൽപ്പര്യവും സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ സർക്കാർ മുന്നോട്ടു പോവുകയുള്ളൂവെന്നും മുഖ്യമന്ത്രി VD സതീശൻ സഭയെ അറിയിച്ചു.
വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ വികസനത്തിൽ ഷിപ്പിംഗ് കമ്പനി MSCക്ക് അദാനിയുടെ 49% ഓഹരികൾ കൈമാറ്റം ചെയ്യുന്നത് സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാണ് നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചത്. കരാറിൽ മാറ്റം വരുത്തിയാലും ഓഹരി കൈമാറിയാലും സംസ്ഥാന സർക്കാർ അറിയണമെന്നും 26% മുകളിലുള്ള ഓഹരി വിൽപ്പന ഉടമസ്ഥത കൈമാറ്റമായാണ് കണക്കാക്കപ്പെടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അദാനിയുമായുള്ള MSC കമ്പനിയുടെ ഓഹരി കൈമാറ്റം തുറമുഖത്ത് കുത്തക സ്ഥാപിക്കുന്നതിന് വഴിവെക്കുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. കൺസെഷൻ അഗ്രിമെന്റ് ക്ലോസ് 5(3) പ്രകാരം അതോറിറ്റിയായ കേരള സർക്കാരിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ ഓഹരി വിൽക്കാനോ കരാർ വ്യവസ്ഥയിൽ മാറ്റമുണ്ടാക്കുന്ന തരത്തിലെ ഉടമസ്ഥതയിൽ വ്യതിയാനം സൃഷ്ടിക്കാനോ കഴിയുകയുള്ളൂ. 25% കൂടുതൽ ഓഹരി വിൽക്കുന്നത് ചേഞ്ച് ഇൻ ഓണർഷിപ്പായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അങ്ങനൊരു കാര്യത്തിൽ എങ്ങനെയാണ് അങ്ങനെ വരാനിടയായത് എന്നത് അങ്ങേയറ്റം ആശങ്ക ഉളവാക്കുന്നൊരു കാര്യമാണ്. ഒരാശങ്ക കൂടി സൂചിപ്പിക്കുകയാണ് ഞാൻ, മറ്റ് സാമ്പത്തിക ക്രമക്കേടുകൾക്കും ഇത് വഴിവെക്കും. എന്നാൽ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് അദാനി ഗ്രൂപ്പ് സർക്കാരുമായി ഒരു കത്തിടപാടുകളും നടത്തിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ സഭയെ അറിയിച്ചു. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെയും ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും സർക്കാരിന്റെയും അനുമതിയില്ലാതെ ഇത് സാധ്യമാവുകയില്ല. സംസ്ഥാനത്തിന്റെ താൽപര്യം സംരക്ഷിച്ചു മാത്രമേ സർക്കാർ മുന്നോട്ട് പോവുകയുള്ളൂവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അദാനി പോർട്ട് ഇത് സംബന്ധിച്ചുള്ള ഒരു കത്തിടപാടോ ഒരു ഇൻഫർമേഷനോ ഗവൺമെന്റ് നൽകിയിട്ടില്ല. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട സെക്യൂരിറ്റി, നാഷണൽ സെക്യൂരിറ്റി ആസ്പെക്ട് 1, 2 പൊതു താല്പര്യം, എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കോമൺ യൂസർ ഫെസിലിറ്റി ഉണ്ടാകണമെന്നുള്ള കാര്യം, പിന്നെ നല്ല ഫെയർ കോമ്പറ്റീഷൻ. നമ്മൾ ഇൻവെസ്റ്റ്മെന്റിനെ പ്രൊമോട്ട് ചെയ്യണം. ഏതെങ്കിലും ഒരു കമ്പനിയുടെ അല്ല, എല്ലാവരുടെയും ഇൻവെസ്റ്റ്മെന്റിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. ഈ വിഴിഞ്ഞം പോർട്ടിന്റെ ഒരു ദൂര കാഴ്ചയോട് കൂടിയ അതിൻ്റെ ഒരു വികസനത്തിൻ്റെ ആസ്പെക്റ്റ് കൂടി, ഈ പ്രധാനപ്പെട്ട 5 കാര്യങ്ങളും സംരക്ഷിച്ചുകൊണ്ട് സംസ്ഥാന താല്പര്യവും നമ്മുടെ വരുമാനത്തിൻ്റെ താല്പര്യവും അവിടെ ഒരു മത്സര അടിസ്ഥാനത്തിൽ നമ്മുടെ പോർട്ടിന് പുറത്തുള്ള ആക്ടിവിറ്റികൾ കൂടി നല്ല ഗൗരവതരമായി നമുക്ക് കൈകാര്യം ചെയ്യാനും മറ്റ് കമ്പനികൾക്ക് വരാനും ഒക്കെയുള്ള ഒരവസരം ഉണ്ടാകുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ പരിശോധിച്ച് മാത്രമേ ഇതിനുള്ള അംഗീകാരം ഈ സർക്കാർ കൊടുക്കുകയുള്ളൂ. അദാനി ഗ്രൂപ്പിന്റെ 49% ഓഹരിക്കായി 13,000 കോടി രൂപയുടെ നിക്ഷേപമാണ് MSC കമ്പനി നടത്തുന്നതെന്നാണ് സൂചന. അതേസമയം ഓഹരി കൈമാറ്റം സംബന്ധിച്ച് അദാനി ഗ്രൂപ്പ് ഉടൻ സർക്കാരിന് കത്തയച്ചേക്കുമെന്നും സൂചനയുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വിഴിഞ്ഞം തുറമുഖത്തെ ഓഹരി കൈമാറ്റത്തിലൂടെ ഒറ്റ കമ്പനിയിലേക്ക് എല്ലാം കേന്ദ്രീകരിക്കപ്പെടുമെന്നും വികസന സാധ്യതകൾ ഇല്ലാതാക്കുമെന്നുമാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറയുന്നത്. കരാറിൽ മാറ്റം വരുത്തിയാലും ഓഹരി കൈമാറിയാലും സംസ്ഥാന സർക്കാർ അറിയണമായിരുന്നുവെന്നും പിണറായി വിജയൻ സബ്മിഷനായി ഉന്നയിച്ചു. സംസ്ഥാനത്തിന്റെ താൽപര്യം സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ വിഴിഞ്ഞത്ത് മുന്നോട്ട് പോകൂവെന്നും ദേശീയ സുരക്ഷ, പൊതു താൽപര്യം, നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിക്കൽ, മത്സര സാധ്യത ഉറപ്പുവരുത്തൽ, വിഴിഞ്ഞത്തിന്റെ ദീർഘദൂര വികസനം, ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ചു മാത്രമേ തീരുമാനമെടുക്കുകയുള്ളൂവെന്നും മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. കൺസെഷൻ അഗ്രിമെന്റ് ക്ലോസ് 5(3) പ്രകാരം അതോറിറ്റിയായ കേരള സർക്കാരിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ ഓഹരി വിൽക്കാനോ കരാർ വ്യവസ്ഥയിൽ മാറ്റമുണ്ടാക്കുന്ന തരത്തിലെ ഉടമസ്ഥതയിൽ വ്യതിയാനം സൃഷ്ടിക്കാനോ കഴിയുകയുള്ളൂ. 25% കൂടുതൽ ഓഹരി വിൽക്കുന്നത് ചേഞ്ച് ഇൻ ഓണർഷിപ്പായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അങ്ങനൊരു കാര്യത്തിൽ എങ്ങനെയാണ് ഇന്ന് വാർത്ത കണ്ടാൽ ഏകദേശം നടപ്പായി എന്നുള്ള മട്ടിലാണ് അങ്ങനെ വരാനിടയായത് എന്നത് അങ്ങേയറ്റം ആശങ്ക ഉളവാക്കുന്നൊരു കാര്യമാണ്. ഇതൊരു പത്രവാർത്തയിലൂടെ മാത്രമാണ് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അദാനി പോർട്ട് ഇത് സംബന്ധിച്ചുള്ള ഒരു കത്തിടപാടോ ഒരു ഇൻഫർമേഷനോ ഗവൺമെന്റ് നൽകിയിട്ടില്ല. നമ്മൾ ഒരു 5 കാര്യം ഗവൺമെന്റ് ഉറപ്പുവരുത്തും. 5 കാര്യം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട സെക്യൂരിറ്റി, നാഷണൽ സെക്യൂരിറ്റി ആസ്പെക്ട് 1, 2 പൊതു താല്പര്യം, നേരത്തെ ഇപ്പം ഞാനിവിടെ വിശദീകരിച്ചതുപോലെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കോമൺ യൂസർ ഫെസിലിറ്റി ഉണ്ടാകണമെന്നുള്ള കാര്യം, പിന്നെ നല്ല ഫെയർ കോമ്പറ്റീഷൻ, നല്ല മത്സരാധിഷ്ഠിതമായി അവിടെ ഈ കാര്യങ്ങൾ നടക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ പറ്റണം. എല്ലാവർക്കും അതിനുള്ള ആക്സസ് ഉണ്ടാവണം.
വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് ഉൾപ്പെടുത്തി 2026 ധനബിൽ പാസാക്കി നിയമസഭ. ബിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ ചർച്ച കൂടാതെ ഒളിച്ചു കടത്തുകയാണെന്നും വൻ അഴിമതിയുടെ തുടക്കമാണെന്നും ആരോപിച്ച് പ്രതിപക്ഷം സഭാ നടപടികൾ ബഹിഷ്കരിച്ചു. എന്നാൽ കാര്യോപദേശക സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ബിൽ അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സഭയെ അറിയിച്ചു. വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെതുൾപ്പെടെ വിവാദമായ ബജറ്റിലെ നിർദ്ദേശങ്ങൾ ഉൾപ്പെട്ട ധനവിനിയോഗ ബില്ലാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സഭയിൽ അവതരിപ്പിച്ചത്. ബിൽ അവതരിപ്പിച്ചപ്പോൾ തന്നെ ഇടതുപക്ഷത്തു നിന്നും കെ.എൻ. ബാലഗോപാൽ ക്രമപ്രശ്നം ഉന്നയിച്ച് രംഗത്തെത്തി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ച ബജറ്റ് വിവാദ നിർദ്ദേശങ്ങൾ ഉൾപ്പെട്ട ബിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെയാണ് പാസ്സാക്കാൻ പോകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. സഭയുടെ എല്ലാ അവകാശങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ബിൽ അവതരിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സബ്ജക്ട് കമ്മിറ്റി ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം സബ്ജക്ട് കമ്മിറ്റി ചർച്ച ചെയ്യാതെ സാധാരണ എന്തെങ്കിലും വന്നിട്ടുണ്ട് സാർ. അപ്പൊ സബ്ജക്ട് കമ്മിറ്റിക്ക് പോലും സമയം കണ്ടെത്താതെ ഇവിടെ ഇങ്ങനൊരു ഫിനാൻസ് ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത് വാസ്തവത്തിൽ നിയമസഭയുടെ എല്ലാ അവകാശങ്ങളെയും എടുക്കുന്ന ചർച്ചകൾ അനുവദിക്കാത്ത, ചർച്ച വേണ്ട എന്നൊരു സമീപനത്തിന്റെ ഭാഗമാണ് സാർ. അതൊരു പുതിയ ഗവൺമെന്റ് വരുമ്പോൾ ആ ഗവൺമെന്റിന്റെ എക്സൈസ് നയം, UDFന്റെ നയം, ആ നയത്തിന് വ്യത്യസ്തമായി വരുന്നു. ക്യാബിനറ്റിൽ ചർച്ച ചെയ്യേണ്ടതാണ്, റേറ്റ് ചർച്ച ചെയ്യേണ്ട സാർ. റേറ്റ് ചർച്ച ചെയ്യണ്ട, പക്ഷേ നയം ചർച്ച ചെയ്യണം സാർ. ഫെബ്രുവരി 24 സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെയാണ് LDF സർക്കാർ ധനബിൽ അവതരിപ്പിച്ചത്. ജൂൺ 23 നടന്ന കാര്യോപദേശക സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ബിൽ അവതരിപ്പിച്ചതെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വ്യക്തമാക്കി. 2026 ജൂൺ 24 സഭ അംഗീകരിച്ച കാര്യോപദേശക സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ധനകാര്യ ബിൽ സഭയിൽ അവതരിപ്പിച്ച് പരിഗണനയ്ക്ക് എടുക്കുന്നത്. BSc കാര്യോപദേശക സമിതി റിപ്പോർട്ട് സഭ അംഗീകരിക്കുന്ന അവസരത്തിൽ യാതൊരു ഭേദഗതി നിർദ്ദേശവും ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ചിട്ടില്ല. അതേസമയം ബിൽ ചർച്ച കൂടാതെ ഒളിച്ചു കടത്താനാണ് ശ്രമമെന്നും വലിയ മദ്യകമ്പനികൾക്ക് മദ്യമൊഴുക്കാനുള്ള സാഹചര്യം ഒരുക്കുകയാണെന്നും കർഷക താൽപര്യം അട്ടിമറിച്ചതായും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. തുടർന്ന് പ്രതിപക്ഷം സഭാ നടപടികൾ ബഹിഷ്കരിച്ചു. ഇതാണ് ഇപ്പോൾ അട്ടിമറിച്ച് നമ്മുടെ രാജ്യത്തെ വലിയ മദ്യ കമ്പനികൾക്ക് ഇവിടെ ഇഷ്ടം പോലെ മദ്യമൊഴുക്കാനുള്ള അവസരമൊരുക്കുന്നു. ഇതിനോട് ഒരു തരത്തിലും യോജിച്ചു പോകാൻ ഞങ്ങൾക്കാവില്ല. ഈ നടപടിയോട് പൂർണ്ണ വിയോജിപ്പാണ്. ഞങ്ങൾ ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ ഘട്ടത്തിൽ ബഹിഷ്കരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് 2026 കേരള ധനകാര്യ 3-ാം നമ്പർ ബിൽ അവതരിപ്പിക്കാവുന്നതാണ്. ബില്ലിന്മേൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം സ്പീക്കർ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച 2026 ധനബിൽ പാസാക്കി. പിന്തുണയ്ക്കേണ്ടതാണ്. ഇനി 2026 കേരള ധനകാര്യ 3-ാം നമ്പർ ബിൽ പാസാക്കണമെന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപ സഭ അംഗീകരിച്ചിരിക്കുന്നു. ബില്ല് പാസ്സായിരിക്കുന്നു. അതേസമയം BJP അംഗങ്ങളായ BB ഗോപകുമാറും V മുരളീധരനും ബില്ലിനെ എതിർത്തു. മദ്യനയത്തിലെ സാമ്പത്തിക ഇടപാടിൽ ആർക്കാണ് കൂടുതൽ ലഭിച്ചത് എന്ന സമയത്ത് തർക്കമാണ്. LDF ഇറങ്ങിപ്പോയി. ഒരു കാര്യം വ്യക്തമാക്കേണ്ടത്, ഭരണകക്ഷി വ്യക്തമാക്കേണ്ടത്, ഈ ഇടപാടിൽ എത്രയാണ് സാമ്പത്തിക നേട്ടം ഉണ്ടായത്. ഇപ്പുറത്ത് LDFന് വല്ല കുറവും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കുറവ് പരിഹരിച്ചു കൊടുക്കണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വിഴിഞ്ഞം പോർട്ടിന്റെ അദാനിയുടെ പക്കലുള്ള 49% ഷെയറുകൾ MSCക്ക് കൈമാറാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന മുൻ തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ. ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യത്തിന് നിയമസഭയിൽ മുഖ്യമന്ത്രി നൽകിയ മറുപടിയിൽ വ്യക്തതയില്ല. ഓഹരി രാജ്യത്തിന് വെളിയിലുള്ള ഏതെങ്കിലും കമ്പനിക്ക് കൈമാറാൻ സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണമെന്നാണ് വ്യവസ്ഥ. ഓഹരി കൈമാറ്റത്തിലൂടെ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാകാനിടയുണ്ട്. പ്രാദേശിക തൊഴിൽ സുരക്ഷയ്ക്ക് വെല്ലുവിളി, ധനനഷ്ടം, മറ്റ് കപ്പൽ കമ്പനികൾക്ക് വരാൻ കഴിയാത്ത സാഹചര്യം, ഇവയ്ക്കും ഇത് വഴിതെളിക്കും. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകുന്നതിന് മുന്നേ ഇതിനുള്ള നീക്കങ്ങൾ നടന്നുവെന്ന് വേണം കരുതാൻ. മുഖ്യമന്ത്രി തന്നെ തുറമുഖ വകുപ്പെടുത്തതിലും സംശയങ്ങളുണ്ട് എന്നും VN വാസവൻ കോട്ടയത്ത് ആരോപിച്ചു. 5.3 ക്ലോസിൽ പറയുന്നത് ഈ തുറമുഖത്തിൻ്റെ ഓഹരി വെളിയിലുള്ള ഏതെങ്കിലും പൊതുമേഖലയ്ക്കോ സ്വകാര്യ മേഖലയ്ക്കോ മറ്റാർക്കെങ്കിലും നിക്ഷേപത്തിനോ ഓഹരിയോ കൈമാറണമെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മുൻകൂർ അനുമതി വാങ്ങിയിരിക്കണമെന്നാണ് ആ ക്ലോസിൽ കൃത്യമായി വ്യവസ്ഥ ചെയ്യുന്നത്. ആ വ്യവസ്ഥ ഇങ്ങനെ ഇരിക്കെ ഇപ്പോൾ 49% ഓഹരികൾ MSC വാങ്ങുന്നു എന്ന വാർത്ത പത്രങ്ങളിൽ എങ്ങനെ വന്നു? സർക്കാർ അറിഞ്ഞില്ല എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? മാത്രമല്ല, മറുപടിക്കകത്ത് അതുകൊണ്ട് നഷ്ടമൊന്നും വരാനില്ലെന്ന് പറയുമ്പോൾ കണക്കുകൾ കൂട്ടാതെയും
യഥാർത്ഥത്തിൽ പരിശോധിക്കുക എങ്ങനെയാണ് നഷ്ടം വരില്ല എന്ന് പറയുന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിയതടക്കമുള്ള ധനബില്ല് പാസാക്കിയത് നിയമസഭാ ചരിത്രത്തിലെ കറുത്ത ഏട് എന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. VD സതീശന്റെ മംഗളൂർ യാത്രയിൽ എടുത്ത തീരുമാനത്തിന്റെ ഭാഗമാണ് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി നിശ്ചയിച്ചത്. ബിൽ പാസാക്കിയത് കോൺഗ്രസ് നേതൃത്വത്തെ വെല്ലുവിളിക്കുന്നതാണെന്നും MV ജയരാജൻ കണ്ണൂരിൽ പറഞ്ഞു. VM സുധീരൻ ഉൾപ്പെടെയുള്ള നിരവധി കോൺഗ്രസ് നേതാക്കൾ ധനബില്ലിൽ മദ്യം കുറക്കുന്ന നടപടി സ്വീകരിക്കരുത് എന്നും അത്തരമൊരു പ്രപ്പോസൽ നികുതി നിർദ്ദേശത്തിൽ വന്നു കഴിഞ്ഞാൽ ബക്കാഡി കമ്പനിക്ക് കോടതിയിൽ പോയാൽ മദ്യം ഇവിടെ ഒഴുക്കാൻ കഴിയുമെന്നുമുള്ള സത്യം തുറന്നു പറഞ്ഞിട്ട് പോലും UDF സർക്കാർ ധനബിൽ പാസാക്കി എന്നത് കോൺഗ്രസിന്റെ മുതിർന്ന നേതൃത്വത്തെ വെല്ലുവിളിക്കുന്നൊരു നടപടിയാണ്. ഇവിടെയാണ് എത്ര കിട്ടി എന്ന ചോദ്യം ഇപ്പോഴും ഉയർന്നു വരുന്നത്. വലിയ തുക ലഭിക്കാതെ ഇത്തരമൊരു നടപടി സാധാരണഗതിയിൽ ആരും പ്രതീക്ഷിക്കില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചത് പ്രവർത്തനങ്ങളെ ബാധിക്കുന്നതായി പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം. GR അനിൽ MLA ആണ് പ്രമേയം അവതരിപ്പിച്ചത്. കഴിഞ്ഞ സർക്കാരിന്റെ ബജറ്റ് പുതുക്കിയാണ് പുതിയ ബജറ്റ് അവതരിപ്പിച്ചതെന്നും പ്ലാൻ ഫണ്ടിലെ 3ാം ഗഡു ഡിസംബറിൽ LDF സർക്കാർ നൽകേണ്ടതായിരുന്നു എന്നുമുള്ള മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അനുമതി നിഷേധിച്ചു. പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ച് വികസന പ്രവർത്തനങ്ങൾക്കും ക്ഷേമ പദ്ധതികൾക്കും പണം അനുവദിക്കാത്തത് തദ്ദേശ സ്ഥാപനങ്ങളെ ശ്വാസം മുട്ടിക്കുന്നത് ചൂണ്ടിക്കാട്ടിയാണ് GR അനിൽ MLA അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കൈകാര്യകൾ സർക്കാർ കെട്ടിയിട്ടിരിക്കുകയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വാചാലനായി പറയുമ്പോൾ ഭരണപക്ഷത്ത് 102ന്റെ ബലത്തിൽ നല്ല കയ്യടി കിട്ടും. പക്ഷേ നമ്മുടെ പഞ്ചായത്തുകളിലെ മെമ്പർമാരുടെ സ്ഥിതി എന്താ? അവരെ കയ്യും കാലും കെട്ടിയിട്ടിരിക്കുകയാണ്. കയ്യും കാലും ഇട്ട് അടിക്കുകയാണ് അവര്. എന്നാൽ ഡിസംബർ മാസം നൽകേണ്ടിയിരുന്ന പദ്ധതി വിഹിതത്തിന്റെ 3ാം ഗഡു LDF സർക്കാർ നൽകാതിരുന്നതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നും മാർച്ചിലെ തെരഞ്ഞെടുപ്പ് പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു എന്നുള്ള മുഖ്യമന്ത്രി VD സതീശന്റെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. 2025-26 ബജറ്റിൽ അന്നത്തെ സർക്കാർ വച്ചിരുന്ന തുകയുടെ എത്രയാ കുറച്ചത്? 3ാം ഗഡു കൊടുത്തില്ല. എത്രയാ 3ാം ഗഡു? 2150 കോടി രൂപ കൊടുക്കാതെ പോയവരാണ് നിങ്ങൾ. എന്നിട്ട് 2150 കോടി രൂപ കൊടുക്കാതെ ഭരണം വിട്ടുപോയ ആളുകൾ 1533 കോടി രൂപ പ്ലാനിൽ കുറച്ചതിനെ ചോദ്യം ചെയ്യാൻ. എന്തൊരു തമാശയാണ്. എന്നാൽ മുഖ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും LDF സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് 3ാം ഗഡു നൽകാതിരുന്ന കാരണം വ്യക്തമാണെന്നും 3ാം ഗഡു തടസ്സപ്പെട്ടത് തെരഞ്ഞെടുപ്പ് കാരണമാണെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. 6000 കോടി രൂപയുടെ നീക്കിയിരിപ്പുണ്ട്. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകിയാൽ ആശ്വാസമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ തുടരുന്ന പ്രതിസന്ധിയിൽ സർക്കാർ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഗവൺമെന്റിന്റെ ഈ ജനദ്രോഹ നയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് അത് തിരുത്തുമെന്ന ഒരു സൂചന പോലും മുഖ്യമന്ത്രി നൽകാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എൻ്റെ കക്ഷിയും വാക്കൌട്ട് നടത്തുകയാണ്. എല്ലാ അധികാരവും ഒരാളിലേക്ക് എത്തിയതാണ് പ്രശ്നം. 30,000 കോടി കഴിഞ്ഞ വർഷത്തേക്കാൾ ബജറ്റിൽ വർദ്ധിച്ചപ്പോൾ 3,000 കോടി തദ്ദേശ പ്ലാൻ ഫണ്ടിൽ വെട്ടിക്കുറച്ചതായും VD സതീശൻ പ്രതിപക്ഷ നേതാവായി ആക്ട് ചെയ്യുന്നത് നിർത്തി മുഖ്യമന്ത്രിയായി പ്രവർത്തിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേന്ദ്ര സർക്കാരിന്റെ FCRA നിയമ ഭേദഗതിക്കെതിരായ പ്രമേയം പാസാക്കി കേരള നിയമസഭ. 111 പേർ പ്രമേയത്തെ അനുകൂലിക്കുകയും 2 പേർ എതിർക്കുകയും ചെയ്തു. BJP MLA-മാരാണ് പ്രമേയത്തെ എതിർത്തത്. നിയമസഭയെ വോട്ട് ബാങ്കിനായി ദുരുപയോഗം ചെയ്തുവെന്ന് V. മുരളീധരൻ MLA വിമർശനമുന്നയിച്ചു. മുഖ്യമന്ത്രി VD സതീശനാണ് കേന്ദ്രത്തിനെതിരായ പ്രമേയം അവതരിപ്പിച്ചത്. FCRA നിയമ ഭേദഗതി ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19, 25, 29 എന്നീ വകുപ്പുകളുടെ വ്യവസ്ഥകൾ ലംഘിക്കുന്നതാണെന്നും ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സന്നദ്ധ സംഘടനകളുടെ ലൈസൻസ് റദ്ദാക്കാൻ നിയമ ഭേദഗതി വ്യാപകമായി ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത് പിന്നാക്ക ട്രൈബൽ മേഖലകളിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിക്കും. സന്നദ്ധ സേവന സംഘടനകളുടെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ചട്ടഭേദഗതി അടിയന്തിരമായി പിൻവലിക്കണമെന്ന് മുഖ്യമന്ത്രി പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ഇത് പിന്നോക്ക ട്രൈബൽ മേഖലകളിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിക്കുന്നതാണ്. ആയതിനാൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19, 25, 29 എന്നിവയിലെ വ്യവസ്ഥകൾ ലംഘിക്കുന്നതും
ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായതും രാജ്യത്ത് മാതൃകാപരമായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സേവന സംഘടനകളുടെ പ്രവർത്തനത്തെ പ്രതിസന്ധിയിലാക്കുന്നതുമായ വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി നിർദ്ദേശവും ചട്ട ഭേദഗതിയും അടിയന്തരമായി പിൻവലിക്കണമെന്ന് ഈ സഭ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. BJP MLA വി മുരളീധരൻ അവതരിപ്പിച്ച ഭേദഗതികൾ പ്രമേയത്തിന്റെ അന്തസത്തയ്ക്ക് വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി നിരാകരിച്ചു. തുടർന്ന് പ്രമേയം വോട്ടിനിടുകയായിരുന്നു. കണ്ടന്റിന് യോജിക്കാത്ത ഭേദഗതികളാണ്, അത് പൂർണ്ണമായും നിരാകരിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയം പാസാക്കാമോ എന്നുള്ള പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ യെസ്, പ്രതികൂലിക്കുന്നവർ നോ വോട്ട് ചെയ്താൽ മതി. യെസ്, പ്രതികൂലിക്കുന്നവർ നിഷ്പക്ഷം. അതുകൊണ്ട് നമുക്ക് പ്ലസ് ആയിട്ട് ചേർക്കാം, ഇത് വരാത്തതുകൊണ്ട് അത് കൂട്ടിച്ചേർക്കാം. അനുകൂലിക്കുന്ന ആളുകൾ 111 ഒന്നുകൂടെ ചേർത്ത്. ഇത് ഭേദഗതിയെ പ്രതികൂലിക്കുന്നവർ 2. പ്രമേയം പാസ്സായിരിക്കുന്നു. LDFും UDFും ഒന്നാണെന്ന് വ്യക്തമാക്കുന്ന അവസാന ഉദാഹരണമാണിതെന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാടാണെന്നും വി മുരളീധരൻ MLA. ഇന്ത്യ സഖ്യക്കാര് ആവർത്തിച്ച് ഒരുമിച്ച് വരുന്നത് ഞങ്ങൾക്ക് വളരെ നല്ല കാര്യമാണ്. അതുകൊണ്ടാണ് അവർ ഒരുമിച്ചാണെന്ന് വ്യക്തമാകാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് വോട്ടെടുപ്പിൽ 111 പേർ ഒരുമിച്ചും 2 പേർ എതിരും എന്നുള്ള യാഥാർത്ഥ്യം അത് രാജ്യത്തെ ജനങ്ങൾക്ക് വ്യക്തമാകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടത്. ഞങ്ങൾക്കറിയാമായിരുന്നു ഞങ്ങൾ ഈ പ്രമേയത്തെ എതിർത്ത് തോൽപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. നിയമം കൊണ്ടുവന്നതും മതപരമായ കൂട്ടിച്ചേർക്കൽ നടത്തിയതും കോൺഗ്രസ് ആണെന്നും മുരളീധരൻ വിമർശിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അടുത്ത സമ്മേളനം മുതൽ നിയമസഭയിലെ സന്ദർശക തിരക്കിന് പ്രായോഗികമായ നിയന്ത്രണം ഉണ്ടാകുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. മന്ത്രി ഷിബു ബേബി ജോണാണ് സഭയിൽ ഇക്കാര്യം ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ ദിവസം നടന്ന വോട്ടെടുപ്പിൽ മന്ത്രിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇത്തവണത്തെ നിയമസഭാ സമ്മേളനത്തിലെ പ്രധാന വിഷയം നിയമസഭാ മന്ദിരത്തിലെ ഇടനാഴികളിലെ തിരക്കായിരുന്നു. അതിന്റെ ദുരവസ്ഥ മന്ത്രിക്കും അനുഭവിക്കേണ്ടി വന്നു. സർ, അടുത്ത സമ്മേളനത്തിലെങ്കിലും കുറച്ച് ഈ വിസിറ്റേഴ്സിന്റെ ഒരു റെസ്ട്രിക്ഷൻ അങ്ങായിട്ട് ചെയ്യണം. എനിക്കിന്ന് വോട്ടിങ്ങിന് എത്താൻ പറ്റിയില്ല സർ. ഓടി വരുന്ന കോറിഡോർ നിറച്ച് ആളുണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കുന്നുവെന്ന് പറഞ്ഞ സ്പീക്കർ തിരക്കിന്റെ കാരണം ഇങ്ങനെ വിലയിരുത്തി. 10 കൊല്ലത്തിന് ശേഷം 22 മന്ത്രിമാരെ ഈ ട്രഷറി ബെഞ്ചിൽ കാണുന്നതിന് നമ്മൾ പ്രവർത്തകർക്ക് കിട്ടിയ ആദ്യത്തെ അവസരം എന്നുള്ള നിലയിൽ നമ്മുടെ വിസിറ്റേഴ്സ് കുറച്ച് കൂടുതലായിരുന്നു. ആര് വിചാരിച്ചാലും അത് നിയന്ത്രിക്കാൻ കഴിയില്ല. രണ്ടാമതൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ MLA-മാർ, പ്രത്യേകിച്ച് പുതിയ MLA-മാരാകുമ്പോൾ കൂടെ വരുന്ന കുറച്ച് കൂടുതൽ വിസിറ്റേഴ്സ് ഒക്കെ ഉണ്ടാകും. അവരെ നേരെ കൂടെ കയറി പോരും. നമുക്കത് തടഞ്ഞു നിർത്താൻ കഴിയുന്നില്ല. അവർക്കും തടയാൻ പറ്റില്ല, നമുക്കും തടയാൻ പറ്റില്ല. കാരണം ആദ്യമായിട്ട് അവരൊരു ഉത്സവ പ്രതീതിയോടുകൂടി തിരുവനന്തപുരം കാണാം, MLA കാണാം, സഭയും കാണാം. അങ്ങനെ സന്തോഷത്തോടു കൂടി ഒരു ഉല്ലാസയാത്രയുടെ ഭാഗമായിട്ട് കൂടിയാണ് അങ്ങിവിടെ സൂചിപ്പിച്ച സാരി ഉണ്ടായത്. ഒടുവിൽ എല്ലാം ശരിയാക്കിയില്ലെങ്കിലും ചെറിയ രീതിയിൽ ശരിയാക്കാമെന്ന് സ്പീക്കർ. പ്രായോഗികമായ നിയന്ത്രണം, ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, പ്രായോഗികമായ നിയന്ത്രണം ഉണ്ടാകും. നിയമസഭാ മന്ദിരത്തിൽ മാത്രമല്ല, തിരക്കിന്റെ കാര്യത്തിൽ സെക്രട്ടേറിയറ്റിലും സ്ഥിതി ഇതുതന്നെയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിലവിലെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ രാവിലെ വീട്ടിലെത്തി കാണുമ്പോൾ സൗഹൃദത്തിനപ്പുറം എന്താണ് പറയാനുള്ളത്? ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ സന്ദർശിച്ച മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ആരോപണ വിധേയനായ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ചെന്നിത്തലയുടെ വീട്ടിൽ രാവിലെ എത്തിയാണ് കണ്ടത്. സ്വർണ്ണ കവർച്ചയുടെ അന്വേഷണം നിർണായക വഴിത്തിരിവിൽ എത്തി നിൽക്കെയാണ് സന്ദർശനം. ദൃശ്യങ്ങൾ അമൃത വാർത്തകൾക്ക് ലഭിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ കൂടി പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്താൻ ഹൈക്കോടതി നിർദ്ദേശിച്ച സാഹചര്യത്തിലാണ് കേസിൽ ആരോപണ വിധേയനായ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി കണ്ടത്. തന്റെ സുഹൃത്തിനെ കാണാൻ എത്തിയതാണ് എന്നായിരുന്നു കടകംപള്ളിയുടെ പ്രതികരണം. പുതിയ UDF സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം കേസിന്റെ കുറ്റപത്രം സമർപ്പണത്തിലേക്ക് എത്തി നിൽക്കെയാണ് കൂടുതൽ പ്രതികളുണ്ടെന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ PS പ്രശാന്തിന്റെ പങ്ക് കൂടി വ്യക്തമാക്കി കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. അതേസമയം കേസിലെ 2ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നുവെങ്കിലും ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യാൻ തയ്യാറാകാതിരുന്ന SIT കടകംപള്ളി സുരേന്ദ്രനെയും ചോദ്യം ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് PS പ്രശാന്തിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിയത്. എന്നാൽ പ്രശാന്തിനെ മാത്രം പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്താനാണ് തയ്യാറായിരിക്കുന്നത്.
കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം വ്യക്തമല്ലെങ്കിലും കേസിൽ ആരോപണ വിധേയനായ മുൻ മന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ കണ്ടത് ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ഒരേപോലെ പ്രതിസന്ധിയിലാക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ ശേഷാദ്രിനാഥന്റെ നിയമന ഉത്തരവിൽ ഗവർണർ ഒപ്പിട്ടു. ഇതോടെ നിയമനത്തിന് അംഗീകാരമായി. നിയമനവുമായി ബന്ധപ്പെട്ട ഭരണമുന്നണിയിൽ അഭിപ്രായ ഭിന്നത നിലനിൽക്കെയാണ് ഗവർണർ നിയമനത്തിന് അംഗീകാരം നൽകിയിരിക്കുന്നത്. വരും നാളുകളിൽ UDF പ്രയാസമുണ്ടാക്കുന്ന നിയമനമാണ് ഇതെന്നും ഇതിന് UDF വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് വീണ്ടും മുന്നറിയിപ്പ് നൽകി. എതിർപ്പുകളും പ്രതിഷേധങ്ങളും ഫലം കണ്ടില്ല. ശേഷാദ്രിനാഥനെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കാനുള്ള മന്ത്രിസഭാ യോഗത്തിന്റെ ശുപാർശ ഗവർണർ അംഗീകരിച്ചു. ജില്ലാ ജഡ്ജിയായി വിരമിച്ച എൻ ശേഷാദ്രിനാഥനെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാക്കുന്ന നടപടിക്കെതിരെ വിമർശനവും പ്രതിഷേധവും ഉയർന്നത് കോൺഗ്രസിൽ തന്നെയാണ്. KPCC ജനറൽ സെക്രട്ടറി PM നിയാസാണ് എതിർപ്പുന്നയിച്ചത്. സംഘപരിവാർ ബന്ധം ആരോപിച്ചായിരുന്നു വിമർശനം. എന്നാൽ നിയമനം തന്റെയും മന്ത്രിസഭയുടെയും അംഗീകാരത്തോടെയാണെന്ന് പറഞ്ഞ വകുപ്പ് മന്ത്രി നിയമനത്തെ ന്യായീകരിച്ചു. നിയാസ് ഇന്നും നടപടിക്കെതിരെ അതൃപ്തി പരസ്യമാക്കി. ഈ തീരുമാനം UDF-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളാണ്. ആ വില വരും കാലങ്ങളിൽ അത് UDF ഏറ്റുവാങ്ങേണ്ടി വരും. ഈ കാര്യത്തിൽ പാർട്ടി എടുത്ത തീരുമാനം ശരിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. മാർച്ച് 30-ന് A ഷാജഹാൻ സ്ഥാനമൊഴിഞ്ഞ ശേഷം 3 മാസത്തോളമായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സ്ഥാനം ഒഴിഞ്ഞുകിടക്കുകയാണ്. UDF സർക്കാർ അധികാരത്തിലെത്തിയ ശേഷമാണ് ശേഷാദ്രിനാഥനെ നിയമിക്കാൻ തീരുമാനിക്കുന്നത്. നിയാസിന്റെ എതിർശബ്ദം കേവലം ഒരാളുടെ മാത്രമായി കാണാനാവില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. KC പക്ഷത്തിന്റെയും സതീശൻ വിരുദ്ധ ചേരിയുടെയും ഏകീകൃത സ്വഭാവം ആ വിയോജിപ്പിലുണ്ട്. അതൃപ്തികൾ പെരുകുമ്പോൾ അതുണ്ടാക്കാൻ പോകുന്ന പ്രതിഫലനം ഏത് വിധേനയാണ് എന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന ക്രമക്കേട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിച്ചേക്കും. വിഷയമന്വേഷിക്കാൻ അയോധ്യ പോലീസ് EDക്ക് കത്ത് നൽകും. അതേസമയം സംഭാവന ക്രമക്കേട് ഭക്തരുടെ വികാരങ്ങളെയും ക്ഷേത്ര സുരക്ഷയും ബാധിക്കുന്ന വിഷയമെന്നാണ് RSSന്റെ വിലയിരുത്തൽ. അയോധ്യയിൽ രാമക്ഷേത്രത്തിലെ സംഭാവനാ ക്രമക്കേടിൽ SIT അന്വേഷണം പുരോഗമിക്കുകയാണ്. സംഭാവനാ തട്ടിപ്പിലൂടെ അനധികൃത പണമിടപാടും പ്രതികൾ നടത്തിയെന്ന് കണ്ടെത്തിയതോടെയാണ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിന് സാധ്യത തെളിഞ്ഞത്. സംഭാവന വകമാറ്റിയതിലും പ്രതികളുടെ സ്വത്തിലും അന്വേഷണം ആവശ്യപ്പെട്ട് പോലീസ് EDക്ക് കത്ത് നൽകും. പ്രത്യേക അന്വേഷണ സംഘത്തിന് സർക്കാർ 15 ദിവസം കൂടി സമയം അനുവദിച്ചു. കേസിൽ അറസ്റ്റിലായ പ്രതികളെ ജയിലിൽ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. പ്രധാന പ്രതി അവിനാഷ് ശുക്ല ഉൾപ്പെടെയുള്ളവരെ ജയിലിൽ വെച്ച് ചോദ്യം ചെയ്യാൻ കോടതി അനുമതി നൽകിയിരുന്നു. മുൻ ട്രസ്റ്റി അനിൽ മിശ്ര, ട്രസ്റ്റ് അംഗം ഗോപാൽ റായ് എന്നിവരെയും ഉടൻ ചോദ്യം ചെയ്യും. അതേസമയം അയോധ്യയിലെ സംഭാവനാ തട്ടിപ്പ് ഭക്തരുടെ വികാരങ്ങളെയും ക്ഷേത്ര സുരക്ഷയെയും ബാധിക്കുന്ന വിഷയമാണെന്ന് RSS വിലയിരുത്തി. കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള പ്രചാരക് അയോധ്യയിൽ ക്യാമ്പ് ചെയ്താണ് ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഈ മാസം 11-ന് നടക്കുന്ന ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് യോഗത്തിന് ശേഷം പുതിയ ജനറൽ സെക്രട്ടറിയെ പ്രഖ്യാപിക്കാനാണ് തീരുമാനം. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജിവെച്ച ജനറൽ സെക്രട്ടറി ചമ്പത് റായുടെ വിശദമായ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഖത്തറിൽ നടക്കുന്ന അമേരിക്ക ഇറാൻ സാങ്കേതിക തല ചർച്ചകളിൽ തീരുമാനമായില്ല. ഇരു രാജ്യങ്ങളിലെയും മുതിർന്ന പ്രതിനിധികൾ തമ്മിൽ നേരിട്ട് കൂടിക്കാഴ്ചകൾ നടത്തില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഖത്തറിന്റെ മധ്യസ്ഥതയിൽ നയതന്ത്ര ശ്രമങ്ങൾ 2ാം ദിവസവും ദോഹയിൽ തുടരുകയാണ്. ഹോർമൂസ് തങ്ങളുടെ ഏറ്റവും വലിയ അധികാരശക്തിയാണെന്നും അമേരിക്ക വ്യവസ്ഥകൾ പാലിക്കാതെ അന്തിമ കരാറിലേക്ക് കടക്കില്ലെന്നും ഇറാൻ പ്രതിനിധി വ്യക്തമാക്കി. യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്കയും ഇറാനും തമ്മിൽ ഖത്തറിൽ നടക്കുന്ന ചർച്ചകൾ എങ്ങും എത്താത്ത നിലയിലാണ്. ഇരു രാജ്യങ്ങളും തമ്മിൽ നേരിട്ടുള്ള ചർച്ചകൾ നടന്നിട്ടില്ലെങ്കിലും ഖത്തറിന്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന നയതന്ത്ര ശ്രമങ്ങൾ ദോഹയിൽ തുടരുകയാണ്. ചർച്ചകൾക്കായി ഇരുപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട ഉന്നത പ്രതിനിധികൾ കഴിഞ്ഞ 2 ദിവസമായി ദോഹയിൽ തുടരുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം തങ്ങൾക്കായിരിക്കണമെന്നും മൈനുകൾ നീക്കം ചെയ്യുന്ന ജോലികൾ തങ്ങളുടെ മേൽനോട്ടത്തിൽ മാത്രമേ നടക്കൂ എന്നും ഇറാൻ വാശി പിടിക്കുന്നതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. അതേസമയം നിലവിലെ ചർച്ചകൾക്ക് പുരോഗതിയുണ്ടെന്നും അനുകൂലമായ തീരുമാനങ്ങൾ ഉടനുണ്ടാകുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. മേഖലയിലെ സംഘർഷാവസ്ഥയ്ക്ക് പരിഹാരം കണ്ടെത്തുന്നതിനായുള്ള നിർണായക നീക്കങ്ങൾക്കാണ് ഖത്തർ നേതൃത്വം നൽകുന്നത്. തടഞ്ഞുവച്ചിരിക്കുന്ന ഫണ്ടുകളും സാമ്പത്തിക വിഹിതങ്ങളും വിട്ടുനൽകുന്ന കാര്യം ചർച്ചയിലെ പ്രധാന വിഷയങ്ങളിലൊന്നാണ്. അതേസമയം അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന്റെ സ്വാതന്ത്ര്യം പൂർണ്ണമായും തങ്ങൾക്കെന്ന് ഉറപ്പുവരുത്തണമെന്നാണ് അമേരിക്കയുടെ പ്രധാന ആവശ്യം.
ട്രംപ് ഭരണകൂടത്തിന്റെ പ്രത്യേക പ്രതിനിധികളായ സ്റ്റീവ് വിറ്റേക്കാഫും ജാരഡ് കുഷ്ണറും ദോഹയിലെത്തി ഖത്തർ അധികൃതരുമായി കൂടിക്കാഴ്ച നടത്തി. ഇറാൻ പ്രതിനിധികളുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് അമേരിക്ക ഇപ്പോൾ തയ്യാറായിട്ടില്ല. ഹോർമൂസ് കടലിടുക്കിൽ ഒഴുക്കിവിട്ടിട്ടുള്ള കടൽ മൈനുകൾ ചരക്കുകപ്പലുകൾക്ക് വൻ ഭീഷണിയാണെന്ന് യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് മുന്നറിയിപ്പ് നൽകി. എങ്കിലും മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളുമായി ഖത്തർ മുന്നോട്ടു പോകുകയാണ്. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് നീക്കം തടസ്സപ്പെടുത്താൻ ഒരു രാജ്യത്തിനും അവകാശമില്ലെന്നും മേഖലയിലെ സമാധാനത്തിന് ചർച്ചകൾ മാത്രമാണ് ഏക പോംവഴിയെന്നും ഖത്തർ ആവർത്തിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. വേൾഡ് കപ്പ് ഫുട്ബോൾ നോക്കൌട്ടിൽ ഇംഗ്ലണ്ട് കോങ്കോ മത്സരം പുരോഗമിക്കുന്നു. ആദ്യ പകുതി കഴിയുമ്പോൾ 1 ഗോളിന് കോങ്കോ മുന്നിലെന്ന റിപ്പോർട്ട് പുറത്തുവരുന്നു.